എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷൈജു, ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CCB ക്ലർക്ക് കാഷ്യർ പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉദ്യോഗാർത്ഥി സമൂഹം നടന്നു നീങ്ങുകയാണ്. എൻ്റെ നമ്മുടെ ഈ 2026 തുടങ്ങിയതിന് ശേഷം ഇപ്പൊ നമ്മൾ രണ്ട് പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഒരു പരീക്ഷാ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ജൂലൈ മാസം മുതൽ നമ്മൾ പുതിയ പരീക്ഷാ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതേ കാലയളവിൽ നമ്മുടെ മുമ്പിലെ ലൈവായിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വലിയൊരു അവസരമാണ്. കാരണം നമുക്ക് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇത്ര കാലഘട്ടം കൂടുമ്പോഴേ പരീക്ഷകൾ വരുന്നു. ഇപ്പൊ ഏത് സമയത്തും നോട്ടിഫിക്കേഷൻ വരുന്നു, ഏത് സമയത്തും പരീക്ഷകൾ നടക്കുന്നു. ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഇപ്പൊ ജൂലൈ മാസത്തിൽ എന്തായാലും പരീക്ഷ നടക്കാൻ പോവാം. അപ്പൊ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ജൂലൈ മാസം 2ാമത്തെ ആഴ്ചയാണ്. അപ്പൊ ഈ ജൂലൈ മാസം 2ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചെറിയ മാർക്കിനൊക്കെ പരാജയപ്പെട്ടു പോയ ആൾക്കാരുണ്ട്, പുതുതായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ട്. അപ്പൊ ഇവരോട് എല്ലാവരോടും കോമൺ ആയിട്ട് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശമായിട്ട് സാറിന് എന്താ പറയാനുള്ളത്? നമ്മൾക്കറിയാം സാറേ, നമ്മളിപ്പോ CSEB പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുകയാണ്. നമ്മൾ ഒരു ബേസ് വെച്ച് പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ കണ്ടുവന്നതിൽ നിന്ന് മാറ്റമായിട്ട് നമ്മളിപ്പോ സബ്ജക്ട് വെച്ച് പറയുമ്പോൾ എന്റെ സബ്ജക്ട് വെച്ച് പറയുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ അഡ്വാൻസ് ലെവലായുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പം പുതിയ സിലബസ് വന്നതിന് ശേഷം വന്ന പരീക്ഷകൾക്കൊക്കെ പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ബേസ് ലെവലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഒരു PG ലെവൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ UGന്റെ ലെവൽ ക്വസ്റ്റ്യൻസ്, കോമ്പറ്റീഷൻ കൂടി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് സ്റ്റാൻഡേർഡും അതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതികൾ, അതേപോലെ തന്നെ എങ്ങും, അതായത് നമ്മൾ ചിലപ്പം പറയാറില്ല ചില ഏരിയൊന്നും ഇതൊന്നും സാധ്യതയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ നിന്നൊക്കെയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ ചിലപ്പം എക്സാമിന് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓക്കെ ഈ ഏരിയ കുഴപ്പമില്ല, ഈ ഏരിയ സാധാരണ വരാറില്ല എന്ന് നമ്മൾ എന്ത് ചില ഏരിയ ഒഴിവാക്കി വിടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഒഴിവാക്കി വിടുന്ന സാഹചര്യം ഇപ്പൊ വേണ്ട, അല്ലെങ്കിൽ അതില്ല നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് എല്ലാ ഏരിയയിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ ഏരിയയും പ്രോപ്പറായിട്ട് കവർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എല്ലാ ഏരിയയും പ്രോപ്പറായിട്ട് കവർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അയാൾ എന്താണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പക്ഷെ പൂർണ്ണമായും പ്രിപ്പയർ ചെയ്തെന്ന് ചോദിച്ചാൽ അതില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ കണ്ടന്റുകൾ പൂർണ്ണമായിട്ട് അയാൾക്ക് അറിയാം. പക്ഷെ ഈ കണ്ടന്റുകളല്ല നമുക്ക് എന്ത് വരുന്നത്, എക്സാമിന് വരുന്നത് ചോദ്യങ്ങളാണ്. അതായത് കണ്ടന്റിൽ നിന്നുള്ള MCQ ആണ്, ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കണ്ടന്റ് നോളജ് നന്നായിട്ട് ഉണ്ടായി എന്നെങ്കിലും നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചോദ്യം വായിച്ചു, അതിന്റെ 4 ഓപ്ഷൻ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കണ്ടന്റ് നോളജ് വേണം, അതിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ടും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു എക്സാം അല്ലെങ്കിൽ നല്ലൊരു മാർക്ക്, ഇപ്പോൾ നമ്മൾ സാറിന്റെ സബ്ജക്റ്റും നമ്മൾ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു മാർക്ക് നമ്മൾ 80ന്റെ മുകളിലേക്ക് മാർക്ക് വരണമെങ്കിൽ ഇത്തരത്തിലൊരു പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങി. ഇനി അധികം ദിവസങ്ങളില്ല, ഇപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് CSEBയുടെ സൈറ്റിൽ തന്നെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, 1, 2, 3 വട്ടം വർക്ക്ഔട്ട് ചെയ്ത് ആ ക്വസ്റ്റ്യന്റെ രീതികളും ക്വസ്റ്റ്യൻ പാറ്റേണും മനസ്സിലാക്കി ഇനിയുള്ള ദിവസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാർക്ക്, അതായത് ഒരു 80+ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സുഖമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് അവസ്ഥ. അതായത് നമ്മൾ നിലവിലെ ഈ പരീക്ഷകളുടെ എല്ലാ ചോദ്യപേപ്പറുകൾ പരിശോധിച്ചിട്ട് ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിയിട്ട് അവിടെ ഒരു പഠനം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അവസാന ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഈ പരീക്ഷയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് തയ്യാറെടുത്ത് പോയ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? ആ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി അവിടെ ഒരു ആധികാരികമായ പഠനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. ഇനി നമ്മൾക്ക് ഇപ്പൊ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ ക്ലർക്ക് കാഷ്യർ പരീക്ഷയുണ്ട്, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളുണ്ട്, ക്ലാസ് 1 മുതൽ താപ്പോട്ടുള്ള ഈ പല ഘട്ടങ്ങളിലായിട്ട് നടത്തുന്ന ഈ പരീക്ഷകളുടെ ചോദ്യപേപ്പർ നോക്കുന്ന സമയത്ത് സെയിം സിലബസ് തന്നെയാണ്. ഈ ചോദ്യങ്ങളുടെ നിലവാരത്തിൽ എന്ത് മാറ്റം വരുന്നത്? ചോദ്യങ്ങളുടെ നിലവാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ MCQ എന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള MCQs ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ ചോദ്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള MCQs ഉണ്ടാവാറുണ്ട്. പ്രോബ്ലംസ് ഒക്കെ ആദ്യത്തെ ഏരിയയിൽ കുറച്ച് കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വരുമ്പോൾ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഏത് ക്ലാസ് ബാങ്ക് എടുത്തു നോക്കിയാൽ അവിടെ പറയാൻ പറ്റുക പ്രോബ്ലംസ് കൂടുതലായിട്ട് വരിക. അതായത് പ്രോബ്ലം എന്ന് പറയാൻ നമ്മൾ കൊമേഴ്സിന്റെ ഏരിയയിൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനൽ എൻട്രി അങ്ങനത്തെ വലിയ പ്രോബ്ലം അല്ല,
ചെറിയ ഇക്വേഷൻ വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ റേഷ്യോസ്, അതേപോലെ തന്നെ നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ചെറിയ പ്രോബ്ലംസ്, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരിക. അതേപോലെ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ, അതായത് കഴിഞ്ഞ ഒരു PYQന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. അതായത് കറക്റ്റ് അതിന് പറയുകയാണെങ്കിൽ ഒരു ഇക്വേഷൻ ആണ് അതിന്റെ ആൻസർ. ഇക്വേഷൻ ആണ് ആൻസർ. സാധാരണഗതിയിൽ ചോദ്യം ചോദിക്കുമ്പോൾ എന്താ നമ്മൾ പറയാ, അതായത് ഇന്നതിന്റെ ഇക്വേഷൻ കണ്ടെത്തൂ, അതായിരിക്കും സാധാരണ. ഇതിന്റെ ഇക്വേഷൻ താഴെ തരും, ഇതാണ് ചെയ്യുക. പക്ഷെ ഇത് ഇക്വേഷൻ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്ത് തന്നു, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിനെ ഇതുകൊണ്ട് ഇൻഡു ചെയ്താൽ കിട്ടുന്നത് എന്ത്, അങ്ങനെയുള്ള. അതായത് ശരിക്കും പറഞ്ഞാൽ ആൻസർ അവിടെ ഉണ്ട്, ആൻസർ ആണ് അവിടെ തന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതാണെന്നുള്ള കാര്യം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇവിടെ വന്നു. അതെ, സാധാരണഗതിയിൽ എന്താ ഉണ്ടാവുക, ഇതിന്റെ ഇക്വേഷൻ ഇതാണ്, കണ്ടെത്തൂ. ഡയറക്റ്റ് ഇതല്ല, നമ്മൾ അവിടെ അതും ടൈപ്പ് ചെയ്തിട്ട് ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ച് അതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്ത് എന്നുള്ള രീതിയിലേക്ക് ചോദിച്ചത്. അപ്പൊ ഇത് കൃത്യമായിട്ട് നമുക്കിപ്പോ ഒറ്റയടിക്ക് വായിച്ചു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. അതും ഞാൻ ആ ചോദ്യം കണ്ട് ഡിപ്രീസിയേഷൻ എന്നൊരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ ഇതേപോലെ ഇക്വേഷൻസ് കുറെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഇത് വായിച്ചു നോക്കുമ്പോൾ ഇത് എന്താ ഡിവൈഡ് ചെയ്യുന്നത്, എവിടെയാ ചെയ്യേണ്ടത് നമുക്കറിയാം. ഈസിയാണ് സാധനം. കാരണം അവിടെ ചോദ്യങ്ങൾ തന്ന സാധനങ്ങൾ ജസ്റ്റ് എഴുതി ആ ഇക്വേഷൻ അവിടെ എഴുതിയാൽ ആൻസർ കിട്ടി. പക്ഷെ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ടെൻഷനോ എന്താ ഇത്. അപ്പോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലെ ക്വസ്റ്റ്യന്റെ സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യുക. പ്രോബ്ലം ഒരിക്കലും വായിച്ചു നോക്കേണ്ട കാര്യമില്ല, പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. അതേപോലെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ബേസും നമുക്ക് വേണം, അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യണം. ശരിയാണ്. അപ്പൊ അതുകൊണ്ടേ ഇനിയിപ്പോ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാരോട് നമ്മളിപ്പോ അവരോട് ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി ഹോട്ട് ടോപ്പിക്കുകൾ തേടി പോകാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഒരു 10, 15, 20 ദിവസത്തെ താഴെ മാത്രമേ സമയമുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് അവർക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? അതായത് നമ്മളുടെ ഇപ്പൊ അവര് പുതിയ ടോപ്പിക്കുകൾ കണ്ടെത്തി പുതിയ ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് ഈ പരീക്ഷ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോവും, ഭേദപ്പെട്ട ഒരു റിസൾട്ടിലേക്ക് അവർക്ക് എത്താൻ സാധിക്കത്തില്ല. നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ പുതുതായിട്ട് പരീക്ഷ എഴുതുന്നവർക്ക്? അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളെ എക്സാം ബാച്ച്. അപ്പോൾ എക്സാം ബാച്ചില് പ്രധാനമായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു എക്സാമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു എന്താ പറയാ പ്രോപ്പർ ഒരു വേ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലാൻ ഉണ്ടാവും. ഓരോ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അതെ, കൃത്യമായിട്ട്. അതേപോലെ ലൈവ് സെഷൻ നമ്മൾ സാറിന് അറിയാം, നമ്മളെ വെച്ചാൽ ലൈവ് സെഷനിലാണ് അവർക്ക് കൂടുതലായിട്ട് എഫക്റ്റീവ് കൂടുതലും. കാരണം എന്താ വെച്ചാല് നമ്മൾ ഡിസ്കസ് ചെയ്യുക ചെയ്യുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചോദ്യം ചോദിക്കാം, ഇത് എന്തുകൊണ്ട് വന്നു, അപ്പൊ നമുക്ക് അവരുടെ ആൻസർ കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് ഇപ്പൊ നമുക്ക് വായിച്ച് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടോ, അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, അവരിലേക്ക് ഇത് കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള എക്സാം ബാച്ച് ആണ് നമ്മളെ മുന്നിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാറേ, നമ്മളെ മോക്ക് എക്സാമുകൾ, അതായത് CSEB പരീക്ഷ നടത്തുന്ന അതേപോലെ തന്നെ ഓൺലൈൻ ആയിട്ട്, നമ്മൾ ഓഫ്ലൈൻ ആണ് എന്നാൽ കൂടി ഓൺലൈൻ ആയിട്ട് നമ്മൾ ആപ്പ് ത്രൂ എന്ത് പരീക്ഷകൾ നടത്തും. അതുപോലെ PDF നോട്ടുകൾ, ലൈവ് സെഷനുകൾ, നിത്യേനയുള്ള ലൈവ് സെഷനുകൾ, മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ, അതുപോലെ റെക്കോർഡ് സെഷൻ, ഇത്രയൊക്കെ സാധ്യതകളാണ് നമ്മുടെ പുതിയ എക്സാം ബാച്ചിലുള്ളത്. ഓക്കെ, അപ്പം അവരുടെ സംശയങ്ങളെല്ലാം ഒരുവിധം എനിക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. കാരണം ഇതൊരു ആശങ്കയാണ്. അവസാന ഘട്ടത്തില് നെർവസ് സിറ്റുവേഷനിലേക്ക് പോകുന്ന ആൾക്കാർക്കെല്ലാം ഒരു ആശ്വാസമായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ നേരിട്ട് അധ്യാപകരോട് സംസാരിക്കാവുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രശാന്ത് സാർ ഉൾപ്പെടെയുള്ള ചിക്കുമോൻ സാർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ CCയിലെ എല്ലാ അധ്യാപകരോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് എക്സാം ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് അവസാന ഘട്ട പ്രിപ്പറേഷൻ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം ബാച്ചുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങളുടെ പരീക്ഷാ പ്രിപ്പറേഷന്റെ അവസാന ദിവസങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.